2022 പുറത്തിറങ്ങിയ ചൈനീസ് മിനി സീരീസ് ജസ്റ്റ് ഫിയാൻസിയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ നിന്നുമാണ്. മാക്സ് എന്ന വലിയ കമ്പനിയുടെ ചെയർമാൻ സിഇഒ സൂയുവിന്റെയും ഗോ ഫാമിലിയുടെ മകളായ ഗോ മാൻമാന്റെയും വിവാഹ നിശ്ചയമായിരുന്നു വന്ന്. പക്ഷേ സൂയുവിന് ഗോ മാൻമാന്റെ മേൽ വലിയ താല്പര്യമൊന്നുമില്ല. ഗോ മാൻമാനും അത്തരത്തിൽ തന്നെ മാക്സ് കമ്പനിയുടെ രഹസ്യങ്ങൾ സ്വന്തമാക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നെത്തിയിരുന്ന ഗോ മാൻമാന്റെ ലക്ഷ്യം അത് മനസ്സിലാക്കിയിരുന്ന സൂയു അന്ന് എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തു. സൂയുവിന്റെ മുത്തച്ഛനായിരുന്നു എൻഗേജ്മെന്റിന് മുൻകൈ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അത് മുത്തച്ഛനെ മാനസികമായി ഏറെ ബാധിച്ചു. എൻഗേജ്മെന്റ് ക്യാൻസലായ ശേഷം ഗോ മാൻമാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതോടെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പരന്നിരുന്നു. സൂയുവിന്റെ മുത്തച്ഛനാണെങ്കിൽ കണ്ണിന് ശസ്ത്രക്രിയയുടെയൊക്കെ ആവശ്യമുണ്ട്. ഹെൽത്ത് ചെക്കപ്പുകൾക്കോ ഒന്നിനും മുത്തച്ഛൻ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ഗോ മാൻമാനെ തന്റെ മുമ്പിൽ എത്തിച്ചാൽ മാത്രമേ താൻ ഒക്കെത്തിനും സമ്മതിക്കൂ എന്ന് മുത്തച്ഛൻ വാശി പിടിച്ചു. അതോടെ മറ്റു വഴികളില്ലാതെ സൂയുവും ഗോ മാൻമാനായി തിരച്ചിൽ തുടങ്ങി. പക്ഷേ ഇവിടെയും അവളെ കണ്ടുകിട്ടുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് നമ്മൾ മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ഷാവോമെയ് എന്നായിരുന്നു അവളുടെ പേര്. ഷാവോമെയ്ക്ക് അമ്മയും സഹോദരനുമുണ്ട്. അച്ഛൻ മുമ്പേ മരണപ്പെട്ടതാണ്. അവരുടെ അച്ഛൻ ഷാവോമെയെ അങ്ങോട്ടേക്ക് അഡോപ്റ്റ് ചെയ്തെത്തിച്ചതായിരുന്നു. വളർത്തമ്മയും സഹോദരനും ഷാവോമെയെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. പണം ആവശ്യപ്പെടുകയും ഓരോ പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സ്വന്തം കാലിൽ നിന്ന് രക്ഷപ്പെടാം എന്നെപ്പോഴും ചിന്തിച്ചിരുന്ന ഷാവോമെയ് അങ്ങനായിരുന്നു ജോലിക്കായി എത്തിയതും. പക്ഷേ അവിടെയും വലിയ എതിർപ്പുകളായിരുന്നു ഷാവോമെയെ കാത്തിരുന്നത്. ബുള്ളീസായ സീനിയേഴ്സ് അവളെ ഉപദ്രവിച്ചു. ഒരിക്കൽ അവളുടെ ബാഗിൽ അവർ തന്നെ അവരുടെ വസ്തുക്കൾ ഇട്ട ശേഷം ഷാവോമെയെ മോഷ്ടാവാക്കുവാനുള്ള ശ്രമവും നടത്തി. യാദൃച്ഛികമായി ഒരിക്കൽ വഴിയിൽ വെച്ച് ഷാവോമെയെ സൂയു കണ്ടിരുന്നു. ഗോമാമാന്റെ അതേ ചായ ഷാവോമെയിൽ തോന്നിയിരുന്ന സൂയു കൃത്യം ആ സമയത്തായിരുന്നു ആ റെസ്റ്റോറന്റിലേക്ക് കടന്നു വരുന്നതും. അവിടെത്തിയ സൂയു ഷാവോമെയെ സഹായിച്ചു. അവൾ കള്ളിയല്ലെന്ന് തെളിയിച്ചു. പിന്നാലെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് തന്റെ ഓഫീസിലേക്ക് പോന്നു. മാക്സ് കമ്പനിയുടെ ആസ്ഥാനത്തെത്തിയതും നിങ്ങൾക്ക് എന്നെ കൊണ്ട് എന്താണ് വേണ്ടത് എന്ന് ഷാവോമെയ് സിഇഒ സൂയുവിനോട് തിരക്കി. വൈകാതെ സൂയു കാര്യങ്ങൾ വ്യക്തമാക്കി. ഷാവോമെയ്ക്ക് തന്റെ കാണാതെ പോയ ഫിയാൻസി ഗോ മാൻമാന്റെ അതേ ചായയാണുള്ളതെന്നും ഗോ മാൻമാനെ കണ്ടുകെട്ടുന്നവരെ ഷാവോമെയ് തന്റെ ഫിയാൻസിയായി അഭിനയിക്കണം എന്നുള്ള കോൺട്രാക്റ്റിനെ പറ്റിയുമായിരുന്നു അത്. പ്രധാനമായും അത് മുത്തച്ഛനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് എന്നും അവൻ വ്യക്തമാക്കി. കോൺട്രാക്റ്റും വായിക്കാൻ അവൾക്ക് കൊടുത്തു. അതിൽ ക്ലോസുകളും മറ്റും ഉണ്ടായിരുന്നു. വലിയ തുകയും സൂയു ഷാവോമെയ്ക്ക് വാഗ്ദാനം ചെയ്തു. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ ഷാവോമെയ് ഒരുക്കമായിരുന്നില്ല. താൻ ഇതിനൊന്നുമില്ലെന്ന് പറഞ്ഞ് ഓഫർ നിരാകരിച്ച് അവൾ അവിടെ നിന്ന് പോന്നു. ഷാവോമെയ് വീട്ടിലേക്ക് തിരികെ എത്തി. തന്റെ വളർത്തമ്മയുടെ അടുക്കൽ ശരിക്കും തന്റെ ഒറിജിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. തനിക്കൊരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു എന്നും ചോദിച്ചു. പക്ഷേ വളർത്തമ്മ അതൊക്കെ അവഗണിക്കുകയായിരുന്നു ചെയ്തത്. ഷാവോമെയോട് പോയി കുക്ക് ചെയ്യാനും പറഞ്ഞു. ഇതിനിടയിൽ ഷാവോമെയെ സമ്മതിപ്പിക്കാൻ സൂയു തന്റെ അസിസ്റ്റന്റിനെ പറഞ്ഞു വിട്ടെങ്കിലും പറ്റില്ലെന്ന് പറഞ്ഞ് ഷാവോമെയെ അയാളെ തിരിച്ചയച്ചു. ഷാവോമെയുടെ വളർത്തമ്മ അപ്പോഴും സഹോദരന് ഫുഡുണ്ടാക്കാനും മറ്റും പറഞ്ഞ് ഷാവോമെയെ ഒച്ചയെടുത്തുകൊണ്ടിരുന്നു. ഷാവോമെയ് ദുഃഖത്തോടെ മരണപ്പെട്ടുപോയ അച്ഛനെ ഓർത്തു. ആ വീട്ടിൽ അച്ഛൻ മാത്രമായിരുന്നു അവളെ അത്രമേൽ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നത്. വളർത്തുമകളായിട്ടും അദ്ദേഹം അവളെ മകളെപ്പോലെ സ്നേഹിച്ചു. പക്ഷേ അധികം വൈകാതെ ആ പ്രശ്നം ഷാവോമെയെ തേടിയെത്തി. ഷാവോമെയുടെ അമ്മ വളരെയധികം പണം ചെലവാക്കുന്ന സ്ത്രീയായിരുന്നു. അവർ ആവശ്യമില്ലാത്ത ഓരോ പരിപാടികൾ ചെയ്ത് കുറെ പണം കടമുണ്ടാക്കി വെച്ചു. കടക്കാരിപ്പോൾ അവരുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് വീട് വിറ്റ് കടം തീർക്കാം എന്നവർ ചിന്തിക്കാനും ഷാവോമെയുടെ അടുക്കൽ അതിനെപ്പറ്റി ചോദിക്കാനും തുടങ്ങി. ഷാവോമെയും കൂടി സമ്മതിച്ചാൽ മാത്രമേ ആ വീട് വിൽക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം അതവരുടെ അച്ഛന്റെ വീടാണ്. ഷാവോമെയ് അത് പറ്റില്ലെന്ന് പറഞ്ഞു. അച്ഛൻ ആകെ വിട്ടിട്ട് പോയിട്ടുള്ളത് ഇതാണ് എന്നും വ്യക്തമാക്കി. പക്ഷെ അതിന് സമ്മതിപ്പിക്കാൻ അവൾക്കമ്മയുടെ കാല് പോലും പിടിക്കേണ്ടി വന്നു. പണത്തിനായി അവൾ കണ്ട ഒരേ ഒരു വഴി സൂയുവിന്റെ ഓഫർ സ്വീകരിക്കുക എന്നതായിരുന്നു. അവൾ സൂയുവിന്റെ ഓഫർ സ്വീകരിച്ചു. വൈകാതെ ഗോമാൻമാനെ പോലെ വേഷം ധരിച്ച് മുത്തച്ഛന്റെ മുമ്പിലും എത്തി. മുത്തച്ഛന് കാഴ്ച കുറവായതുകൊണ്ട് അത്രമേൽ അവളെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പല ചോദ്യങ്ങളും മുത്തച്ഛൻ ഷാവോമെയോട് ചോദിച്ചു. വ്യക്തമായ ഉത്തരം പറയാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. ഷാവോമേയി അല്പം കഷ്ടത്തിലായി. സൂയു മുത്തച്ഛന്റെ അടുക്കൽ അവൾ മെന്റലി അല്പം അപ്സെറ്റാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് തൽക്കാലം അതിൽ നിന്നും രക്ഷ നേടി. ഷാവോമേയ്ക്ക് മുത്തച്ഛനടുക്കൽ നുണ പറയുന്നതിൽ കുറ്റബോധം തോന്നിയിരുന്നു. എന്നിരുന്നാലും വേറെ വഴിയില്ലല്ലോ. മാത്രമല്ല മുത്തച്ഛനെ ബോധിപ്പിക്കാൻ മാറി നിന്ന് ഷാവോമേയും സൂയുവും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. മുത്തച്ഛൻ അതോടെ കുറച്ചൊക്കെ സന്തോഷം തോന്നിയിരുന്നു. ഷാവോമേയി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വീണ്ടും കടക്കാർ വന്ന് വലിയ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. ഷാവോമേയി അമ്മയ്ക്ക് കടം തിരികെ കൊടുക്കാൻ പണം കൊടുത്തിരുന്നുവെങ്കിലും അവരത് മറ്റു വഴിക്ക് ചിലവാക്കിയിരുന്നു. അതുകൊണ്ടായിരുന്നു വീണ്ടും എത്തിയവർ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. വിവരമറിഞ്ഞ ഷാവോമേയെയും അത് ദേഷ്യം പിടിപ്പിച്ചു. അവൾ ദേഷ്യപ്പെട്ടതും അമ്മ അവളെ തള്ളി താഴെയിട്ടു. അനിയനും അവളോട് കയർത്ത് സംസാരിച്ചിരുന്നു. കൃത്യം ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് സൂയു കടന്നു വന്നത്. പണം കൊടുത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത സൂയു ഷാവോമേയുടെ അടുക്കൽ അവരോട് ക്ഷമ പറയാനും ആവശ്യപ്പെട്ടു. അനിയനെ അവളുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചു. അന്ന് വൈകിട്ട് ഷാവോമേയും സൂയുവും മദ്യപിക്കാൻ പോയി. ഷാവോമേയി ഒരുപാട് മദ്യപിച്ചിരുന്നു. താനിനി ഗൂമാൻമാനായി അഭിനയിച്ചോളാം എന്നൊക്കെ മദ്യലഹരിയിൽ അവൾ പറഞ്ഞു. ഓഫീസിലെത്തി കുറച്ച് വർക്ക് ചെയ്ത് സൂയു അങ്ങനെ നിൽക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്ന അവൾ സൂയുവിനെ ചുംബിക്കുകയും ചെയ്തു. സൂയുവിന് അതൊന്ന് ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഷാവോമേയി ആകട്ടെ ഗൂമാൻമാനായി മുത്തച്ഛനടുക്കൽ കൂടുതൽ അടുപ്പം കാണിക്കാനും അഭിനയിക്കാനും തുടങ്ങി. മുത്തച്ഛനും ഏറെ സന്തോഷവാനായി കാണപ്പെട്ടു. അങ്ങനെയിരിക്കെയായിരുന്നു സൂയുവിന്റെ ലൈഫിലേക്ക് ഷാവോ എന്ന പെൺകുട്ടി വീണ്ടും കടന്നു വരുന്നത്. പണ്ട് സൂയുവിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിയാണത്. അന്നൊക്കെ സൂയു ആ പ്രപ്പോസൽ നിരസിച്ചിരുന്നു. അന്നൊരു പാർട്ടിയിൽ വെച്ചിട്ടായിരുന്നു അത്. ഗൂമാൻമാനായി ഷാവോമേയി അങ്ങോട്ടേക്കെത്തി. ഷാവോയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഗൂമാൻമാനായി എത്തിയ ഷാവോമേയെ ഒന്ന് ഒബ്സർവ് ചെയ്തതും ഇത് യഥാർത്ഥ ഗൂമാൻമാൻ അല്ല എന്നൊറ്റയടിക്ക് ഷാവോക്ക് മനസ്സിലായി. അതൊന്ന് ടെസ്റ്റ് ചെയ്യുവാൻ കൂടി വേണ്ടി ഷാവോമേയുടെ ബാഗ് അവൾ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. അതോടെ ദേഷ്യം വന്ന അവൾ ഷാവോയുടെ മുഖത്തടിച്ചു. അതൊക്കെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന സൂയു അതിലിടപെട്ടു. ഷാവോമേയെ വിളിച്ചു കൊണ്ടുപോന്നു. ഷാവോയുടെ അടുക്കൽ ഗൂമാൻമാനെ ആവശ്യമില്ലാതെ പ്രൊവോക്ക് ചെയ്യരുത് എന്നും പറഞ്ഞു. പിന്നീടായിരുന്നു ഷാവോയുടെ സഹോദരൻ ആ പാർട്ടിക്ക് എത്തുന്നത്. ഗൂമാൻമാൻ ഉണ്ടായിരുന്നു. നടന്ന സംഭവങ്ങൾ അത്രയും ഷാവോ സഹോദരനോട് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ ഗൂമാൻമാൻ വന്നിരുന്നു എന്ന് കേട്ടതിലുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു അവൻ. അവന് പണ്ട് തൊട്ടേ ഗൂമാൻമാനോട് പ്രണയമുണ്ടായിരുന്നു. പിന്നീട് വിവരങ്ങളൊക്കെ അറിഞ്ഞതും ഷാവോയുടെ സഹോദരൻ ഡിവോ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഷാവോമേയുടെ അമ്മയുടെ മുമ്പിലേക്കും അന്വേഷണത്തിന്റെ ഭാഗമായി അവൻ എത്തിച്ചേർന്നു. ഷാവോമേയുടെയും ഗൂമാൻമാന്റെയും ഫോട്ടോ അമ്മയെയും സഹോദരനെയും കാണിച്ച ശേഷം ഗൂമാൻമാനെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടെത്തിയാൽ അവർക്ക് വലിയ തുക തന്നെ തരാം എന്നൊക്കെ അയാൾ ഓഫർ ചെയ്തു. ഇതിനിടയിൽ സൂയുവും ഷാവോമേയും തമ്മിലുള്ള അടുപ്പവും വളർന്നിരുന്നു. അന്ന് ഓഫീസിൽ വെച്ച് അവർക്കിടയിൽ ഒരു ചുംബനം സംഭവിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഷാവോമേയുടെ ഫോൺ റിംഗ് ചെയ്തു. വിളിച്ചത് അമ്മയായിരുന്നു. ഡിവോ വന്ന കാര്യവും സംസാരിച്ച കാര്യവും ഗൂമാൻമാനെ കണ്ടെത്താൻ പണം ഓഫർ ചെയ്ത കാര്യവുമൊക്കെ അമ്മ അവളോട് പറഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഭയം സൂയുവിനും ഷാവോമേയ്ക്കും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തച്ഛനെ കണ്ട് മറ്റാരിൽ നിന്നെങ്കിലും മുത്തച്ഛൻ സത്യമറിയുന്നതിന് മുമ്പേ സത്യം ബോധിപ്പിക്കാം എന്നവർ തീരുമാനിച്ചു. പക്ഷേ മുത്തച്ഛനോട് സംസാരിക്കുമ്പോൾ കളവ് പറയുന്നത് മുത്തച്ഛൻ എത്ര ദേഷ്യമാണ് എന്ന് മറ്റൊരു സന്ദർഭത്തിൽ മുത്തച്ഛൻ പറഞ്ഞു. അതോടെ തങ്ങൾ പറയാൻ വന്ന കാര്യം പറയാതെ അവരിരുവർക്കും തിരികെ പോരേണ്ട വന്നു. അന്ന് ഷാവോമേയും സൂയുവും അതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചു. ഡിവോയുടെ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യും എന്നതിനെ പറ്റിയായിരുന്നു ഡിസ്കഷൻ. താൻ അവനോട് നേരിട്ടൊന്ന് സംസാരിച്ചാലോ എന്ന് ഷാവോമേയി പറഞ്ഞപ്പോൾ ഷാവോമേയെ മടിയിലിരുത്തി സൂയു പറഞ്ഞു, അതൊന്നും ശരിയാവില്ല. ഷാവോയുടെ സഹോദരൻ നിന്നോട് അങ്ങനെ സംസാരിച്ചാൽ ഒറ്റയടിക്കവൻ നീ ഗൂമാൻമാനല്ലെന്ന് മനസ്സിലാക്കും. അത് ഷാവോമേയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടായി. ശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് തണുത്ത് സംസാരിക്കുമ്പോൾ മരണപ്പെട്ടുപോയ തന്റെ അച്ഛൻ ഒരേ ചോരയല്ലെങ്കിൽ പോലും തന്നെ എത്രമാത്രം കെയർ ചെയ്തിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു എന്നതിനെപ്പറ്റി അവൾ സൂയുവിനോട് പറഞ്ഞു. അവൾക്ക് എപ്പോഴൊക്കെ അവളുടെ കൂടെ വേണം എന്ന് തോന്നുന്നു അപ്പോഴൊക്കെ താനുണ്ടാകും എന്നായിരുന്നു സൂയു മറുപടി പറഞ്ഞത്. വിഷയം മാറ്റാൻ ആഗ്രഹിച്ച ഷാവുമായി സൂയുവിനോട് തനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. സൂയു അതോടെ താൻ ഇപ്പോ കുക്ക് ചെയ്ത് ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് കടന്നു. പക്ഷേ സൂയുവിന് ഒന്നും കുക്ക് ചെയ്ത് പരിചയമുണ്ടായിരുന്നില്ല. നന്നായൊന്നും മുട്ട പൊട്ടിക്കാൻ പോലും അവൻ അറിയില്ല. ഷാവോമേയി അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ കണ്ടത് മുട്ട പൊട്ടിക്കാൻ പോലും ആകാതെ അങ്ങനെ ഇരിക്കുന്ന സൂയുവിനെയായിരുന്നു. ഷാവോമേയി സൂയുവിനെ അത് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു. കള്ളു കുടിച്ച പോലെ അഭിനയിച്ചെത്തിയ ഒരു ലേഡിയായിരുന്നു അത്. ഗൂമാൻമാൻ അവിടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിരുന്നു അവരുടെ വരവ്. തന്റെ ദൗത്യം പൂർത്തിയാക്കി അഭിനയത്തിന് ശേഷം അവർ മടങ്ങി. അതൊന്നും മനസ്സിലാവാതെ ഗൂമാൻമാനും സൂയുവും ഭക്ഷണവും കഴിച്ച് കിച്ചണിൽ ചാരിയിരുന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് സൂയുവിന്റെ അസിസ്റ്റന്റ് ഉണർത്തിയപ്പോഴായിരുന്നു ഇരുവരും
ഇരുവരും ഉണരുന്നത്. എഴുന്നേറ്റ ശേഷം ഷാവുമൈ സൂയുവിന്റെ കവിളിൽ ചെറുതായൊന്ന് ഉമ്മ വെച്ചു. ശേഷം അവരിരുവരും സൂയുവിന്റെ കമ്പനിയിലേക്കും പോയി. അവിടെ ഷാവുമൈ വല്ലാതെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ആ സമയമായിരുന്നു സൂയു ഒരു വിവരമറിയുന്നത്. ഗൂമാൻമാനെ കാണാതാവുന്നതിന് മുമ്പ് കമ്പനിയുടെ കുറെ പ്രധാന ഫയലുകൾ അവൾ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അത് സൂയുവിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ശേഷം തിരികെ ഓഫീസ് റൂമിലേക്ക് വന്ന് സൂയു കണ്ടത് ഷാവുമൈയും കയ്യിലെന്തോ മറച്ചു പിടിക്കുന്നതായിരുന്നു. അതവനെ ആശങ്കപ്പെടുത്തി. എന്താ കയ്യിലെന്ന് അവൻ അവളുടെ അരികിലെത്തി ചോദിച്ചു. അവൾ എന്തെങ്കിലും മോഷ്ടിച്ചതാണോ എന്ന് ചിന്തിച്ചായിരുന്നു അത്. പക്ഷെ അവൾ കൈ നീട്ടി. കയ്യിൽ ഒരു പേനയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടെ സൂയുവും വല്ലാതായി. പിന്നീട് ഷാവുമൈ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ വെച്ച് അവൾ ഡിവോഡിയോയെ കണ്ടു. ഗൂമാൻമാനാണെന്ന് ചിന്തിച്ച് ഡിവോഡിയോ അവളുടെ അരികിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. തനിക്കൊരു അപകടം പറ്റിയെന്നും അതിൽ പിന്നെ പഴയതൊന്നും ഓർമ്മയില്ലെന്നുമൊക്കെ ഷാവുമൈ ഡിവോഡിയോയുടെ കഥയടിച്ചു. അത്രമേൽ വിശ്വസനീയമായ രീതിയിലായിരുന്നു അവൾ അത് അവനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഡിവോഡിയോ അത് വിശ്വസിക്കുകയും ചെയ്തു. അത് ഗൂമാൻമാൻ തന്നെയാണ് എന്ന് അതുകൊണ്ട് ഡിവോഡിയോ വിശ്വസിച്ചു. അതോടെ അവൻ അവരുടെ ചെറുപ്പം തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനിരുന്ന് പറയാൻ തുടങ്ങി. ഷാവുമൈക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും കേട്ടിരുന്നല്ലേ പറ്റൂ. ക്ഷമയോടെ അവൾ കേട്ടിരുന്നു. ഒടുവിൽ ഡിവോഡിയോ ഷാവുമൈയെ ഡിന്നറിന് ക്ഷണിച്ചു. പക്ഷേ പറ്റില്ലെന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. എന്നിരുന്നാലും മുട്ടുകുത്തിയൊക്കെ ഒരു ഇരയെപ്പോലെ അഭിനയിച്ച് തന്റെ കൂടെ ഡിന്നറിന് വാ എന്നൊക്കെ അവൻ അപേക്ഷിച്ചതോടെ ഷാവുമൈ അതിനൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ അടുത്തുള്ള റെസ്റ്റോറന്റിലെത്തി. അവർ ബീച്ചിലുള്ളപ്പോൾ തൊട്ട് ഷാവു അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് സൂയുവിനെ ഒന്ന് അസ്വസ്ഥനാക്കാനും തന്നോട് അടുപ്പിക്കാനും തനിക്കൊരു അഡ്വാൻറ്റേജായി എടുക്കുവാനും ഷാവു ഉടൻ സൂയുവിനെ ഫോൺ ചെയ്തു. റെസ്റ്റോറന്റിൽ എത്തിയിട്ടും ഡിവോ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഷാവുയും അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. ഷാവുമൈ ആകട്ടെ ബോറടിച്ച് ഒന്നും മിണ്ടാതെ താടയ്ക്ക് കൈകൊടുത്തിരുന്നു. വൈകാതെ സൂയുവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അതോടെ അത് വല്ലാത്തൊരു സിറ്റുവേഷനായി മാറി. സൂയുവിന് ചെറിയ അസൂയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. സൂയു അതുകൊണ്ട് ഷാവുമൈയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ ഷാവുയുടെ തോളത്തുകൂടെ കൈയിട്ടു. ഷാവുമൈ വെറുതെ ഇരിക്കുമ്പോ അവൾ ഡിയോഡിയോയെ ഹക്ക് ചെയ്തു. പക്ഷേ അതങ്ങനെ ഒരുപാട് നേരം നീണ്ടുനിന്നില്ല. സൂയു വീണ്ടും ഷാവുമൈയെ പ്രകോപിപ്പിച്ചതോടെ ഷാവുമൈക്ക് ദേഷ്യം വന്നു. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അതോടെ സൂയുവും അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. പുറത്തെത്തിയവൻ ഷാവുമൈയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൾ കോളെടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ടേക്ക് ഷാവു വന്നെത്തുകയും ഒരിക്കൽ കൂടി സൂയുവിനെ വശീകരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അതൊന്നും തന്നെ അവൻ പരിഗണിച്ചതേയില്ല. അടുത്ത ദിവസം സൂയുവിന് മുത്തച്ഛൻ അടുക്കൽ നിന്ന് ഒരു ഫോൺ കോൾ എത്തി. ഷാവുമൈയുടെ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അത് കേട്ടതും പരിഭ്രാന്തിയോടെ അവനങ്ങോട്ടേക്ക് ഓടിയെത്തി. അവിടെ വെച്ച് ഷാവുമൈയുടെ അമ്മ പല കാര്യങ്ങളും മുത്തച്ഛനോട് പറഞ്ഞിരുന്നു. ആൾമാറാട്ടവും മറ്റും മുത്തച്ഛന്റെ ചെവിയിലെത്തിയതോടെ മുത്തച്ഛൻ ക്ഷുഭിതനായി. ഷാവുമൈയുടെ അമ്മ പോയി കഴിഞ്ഞതും സത്യങ്ങൾ പറയാതിരിക്കുവാൻ സൂയുവിന്റെ മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഗൂമാൻമാനായി ഉള്ളത് ഷാവുമൈ ആണെന്നുള്ള കാര്യം അവൻ വെളിപ്പെടുത്തി. എന്തുകൊണ്ടാണ് തനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നത് എന്നും അവൻ പറഞ്ഞു. ഷാവുമൈ വീട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു. അമ്മയോട് അവൾ ദേഷ്യപ്പെട്ടില്ല. പക്ഷേ അവളുടെ അമ്മയ്ക്ക് പണത്തിൽ മാത്രമായിരുന്നു നോട്ടം. ഷാവുമൈയെ സൂയു വിവാഹം കഴിച്ചതാണ് എന്ന് മുത്തച്ഛനടുക്കൽ പറഞ്ഞ് അവരിരുവരെയും ഒന്നിപ്പിച്ച് അതിലൂടെ പണം നേടലായിരുന്നു ഷാവുമൈയുടെ അമ്മയുടെ ലക്ഷ്യം. പക്ഷേ അതൊക്കെയുമാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. അമ്മ ഷാവുമൈയോട് സൂയുവിനെ വിവാഹം കഴിക്കാനും പണം നേടിയെടുക്കാനുമൊക്കെ പറഞ്ഞപ്പോൾ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകുവാണെന്നും അമ്മയ്ക്ക് ഞാൻ പണം തന്നോളാം എന്നും പറഞ്ഞവൾ അവിടെ നിന്ന് മാറി. അന്ന് സന്ധ്യയോടെ മുത്തച്ഛൻ സൂയുവിനടുത്തു വന്ന് വീണ്ടും സംസാരിച്ചു. ഷാവുമൈക്ക് നിന്റെ മേൽ പ്രണയമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്റെ മനസ്സ് നീയാണ് ക്ലിയർ ആക്കേണ്ടത്. നീ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് നീ ആലോചിച്ച് തീരുമാനിക്കണം. അവിടെ വെച്ചൊക്കെ അവസാനിച്ചു എന്ന് കരുതിയിരുന്ന ഷാവുമൈ ലൈഫ് ഗാർഡായി ഒരിടത്ത് ജോലി നോക്കാൻ ആരംഭിച്ചിരുന്നു. തന്റെ ജോലി അവൾ എൻജോയ് ചെയ്തു തുടങ്ങി. മറുവശത്ത് ഒക്കെ അറിഞ്ഞിരുന്ന ഷാവു ആകട്ടെ വീണ്ടും സൂയുവിനെ വളച്ചെടുക്കാൻ ശ്രമം ആരംഭിച്ചു. പക്ഷേ അത്തവണയും സൂയുവിനടുത്ത് ഷാവു എത്തിയപ്പോൾ സൂയു അത് കാർക്കശ്യമായി വിലക്കുവാൻ തീരുമാനിച്ചിരുന്നു. തന്നെ ബുദ്ധിമുട്ടിക്കരുത്, തനിക്ക് അവളുടെ മേൽ ഒരു താല്പര്യവുമില്ല എന്നവൻ തീർത്തു പറഞ്ഞു. തന്റെ അസിസ്റ്റന്റിന് അടുക്കൽ ഷാവുമൈയുടെ കാര്യത്തിൽ തനിക്കൊരു വ്യക്തത വരുത്താൻ സഹായിക്കാമോ എന്നൊരു ഘട്ടത്തിൽ സൂയു ചോദിച്ചു. അസിസ്റ്റന്റ് ഒരു സ്റ്റെതസ്കോപ്പ് എടുത്തുകൊണ്ടുവന്നു. അത് സൂയുവിന്റെ നെഞ്ചിൽ വെച്ച് ഗൂമാൻമാനെ പറ്റി ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു. അവന്റെ ഹൃദയമിടിപ്പിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അടുത്തതായി ഷാവുമൈയെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞതും അവന്റെ ഹൃദയമിടിപ്പ് കൂടാൻ ആരംഭിച്ചു. സൂയു ഷാവുമൈയെ പ്രണയിക്കുന്നുണ്ട് എന്നായിരുന്നു അസിസ്റ്റന്റ് വിലയിരുത്തിയത്. മറുവശത്ത് ഡിവോഡിയോ ഷാവുമൈയെ നേരിട്ട് ചെന്ന് കണ്ടിരുന്നു. അവരിരുവരും സംസാരിച്ചു. താൻ ഗൂമാൻമാൻ അല്ല എന്ന കാര്യം ഷാവുമൈയെ അവനോട് വെളിപ്പെടുത്തി. നമ്മൾ
നമുക്ക് നല്ല സുഹൃത്തായിരിക്കാം എന്നായിരുന്നു ഡിയോയുടെ മറുപടി. അന്ന് ഷാവുമൈ വീട്ടിൽ തിരിച്ചെത്തി ബെഡ്റൂമിൽ കയറിയപ്പോൾ ബെഡ്റൂമിൽ സൂയു ഉണ്ടായിരുന്നു. അവളോടുള്ള തന്റെ പ്രണയം തിരിച്ചറിഞ്ഞ് അത് തുറന്നു പറയാനായിട്ടായിരുന്നു അവൻ എത്തിയിരുന്നതും. അവനോട് ഏറെ ഇഷ്ടമായിരുന്ന ഷാവുമൈ അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. മറുവശത്ത് ഡിയോയും ഷാവുയും ദുഃഖിതരായിരുന്നു. അവർ പ്രണയിച്ചവരുമായി ഒന്നുചേരാൻ അവർക്ക് സാധിച്ചില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെയായതും മുത്തച്ഛൻ സർജറിക്കൊക്കെ സമ്മതിച്ചിരുന്നു. അവരുടെ വിവാഹം ഏറെക്കുറെ ഉറപ്പിക്കപ്പെടുകയും ചെയ്തു. മുത്തച്ഛൻ സൂയുവിനോട് പറഞ്ഞു, ഗൂമാൻമാന്റെ അച്ഛൻ ഇത്തിരി പ്രശ്നക്കാരനാണ്. അയാൾ ചിലപ്പോൾ വിഷയമുണ്ടാക്കിയേക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. വൈകാതെ സൂയുവിന് ഒരു ബിസിനസ് ട്രിപ്പിന്റെ ഭാഗമായി മറ്റൊരിടത്തേക്ക് പോകണമായിരുന്നു. തന്നെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ഷാവുമൈ അവനോട് പറഞ്ഞു. പക്ഷേ മുത്തച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടായിരുന്ന അവൻ ഷാവുമൈക്ക് ഗൂമാൻമാന്റെ അച്ഛനിൽ നിന്ന് അപകടം വലുതും ഉണ്ടായാലോ എന്ന് ചിന്തിച്ച് അതിന് വിസമ്മതിച്ചു. വൈകാതെ സൂയു തന്റെ ബിസിനസ് ട്രിപ്പിന് പോയി. അടുത്ത ദിവസം ഷാവുമൈ ഒരു കാഴ്ച കണ്ടു. സൂയുവിന്റെ അസിസ്റ്റന്റ് സൂയുവിന്റെ ഇടങ്ങളിൽ എന്തോ തിരയുന്നതായിരുന്നു. അതിൽ ഷാവുമൈക്ക് സംശയം തോന്നിയിരുന്നു. ഷാവുമൈ അതിന് ചോദ്യം ചെയ്തു. അസിസ്റ്റന്റ് ഷാവുമൈയെ ആക്രമിക്കാൻ വന്നെങ്കിലും പെട്ടെന്ന് അയാളുടെ ഫോൺ റിംഗ് ചെയ്തതുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി. മറുവശത്ത് ബിസിനസ് ട്രിപ്പിന്റെ ഭാഗമായി സൂയു ഒരു വില്ലേജിലെത്തിയിരുന്നു. അവിടുത്തെ ജനങ്ങളിൽ ഒരു സംഘം അവനെ വളയുകയും അവനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തു. ആ വില്ലേജേഴ്സ് ഗൂമാൻമാന്റെ കുടുംബത്തെ വെറുത്തിരുന്നു. സൂയുവും അവരുടെ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചായിരുന്നു അവർ പ്രതിഷേധിച്ചത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഗൂമാൻമാന്റെ അച്ഛൻ സൂയുവിനെതിരെ നുണക്കഥകൾ പടച്ചിറക്കുകയായിരുന്നു. കാര്യങ്ങൾ മുത്തച്ഛന്റെ ചെവിയിലും എത്തിച്ചേരുന്നുണ്ടായിരുന്നു. മുത്തച്ഛൻ ഷാവുമൈയെ വിളിച്ചു വരുത്തി അവളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് സംശയങ്ങൾ ഉണ്ടായതുകൊണ്ട് താൻ ഗൂമാൻമാനെ പറ്റി കുറച്ച് അന്വേഷണങ്ങൾ നടത്തിയെന്നും ഗൂമാൻമാൻ നമ്മുടെ കമ്പനിയിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടന്റ് പേപ്പേഴ്സും മറ്റും മോഷ്ടിച്ചിരുന്നു. USB ഡ്രൈവും അതിലുണ്ട്. അത് അവൾ കൈമാറിയത് അവളുടെ അച്ഛനായിരുന്നു. ശേഷമാണ് ഗൂമാൻമാനെ കാണാതായത്. അതിൽ എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. ഗൂമാൻമാന്റെ അച്ഛനൊക്കെ പറയുന്നത് വിവാഹ നിശ്ചയം മുടങ്ങിയപ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാണ്. പക്ഷേ അതല്ല സത്യം. അത് വിശ്വസിക്കാനും എനിക്ക് സാധിക്കുന്നില്ല. മുത്തച്ഛനിൽ നിന്നും വിവരമറിഞ്ഞ അവൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനും പ്രശ്നപരിഹാരത്തിനും സൂയു പോയിരിക്കുന്ന വില്ലേജിലേക്ക് പുറപ്പെട്ടു. പക്ഷേ വില്ലേജിലെത്തിയ അവളെ ഗൂമാൻമാന്റെ അച്ഛന്റെ ആളുകൾ കടത്തിക്കൊണ്ടുപോയി. ഗൂമാൻമാന്റെ അച്ഛന്റെ മുമ്പിലെത്തിയതും അയാൾ അവളോട് സംസാരിച്ചു. ഷാവുമൈ തന്റെ മകളാണെന്നും ഗൂമാൻമാനും അവളും ഇരട്ടകളായിരുന്നെന്നും രണ്ട് പെൺകുട്ടികളെ സംരക്ഷിക്കാൻ അന്ന് ഫിനാൻഷ്യലി തനിക്ക് സാധിക്കാത്തതുകൊണ്ട് ഷാവുമൈയെ വിൽക്കുകയായിരുന്നു എന്നും അയാൾ വ്യക്തമാക്കി. പക്ഷേ ഷാവുമൈ പറഞ്ഞു, എനിക്കൊരു അച്ഛനേ ഉള്ളൂ. ചെറുപ്പം തൊട്ട് എന്നെ സ്നേഹിച്ചു വളർത്തിയ എന്റെ അച്ഛൻ നിങ്ങൾ വെറും ക്രൂരനായ ദുഷ്ടനായൊരു വ്യക്തിയാണ്. സ്വന്തം മക്കളെപ്പോലും പണത്തിനു വേണ്ടി ഉപയോഗിച്ച മനുഷ്യൻ. അവരെ വെച്ച് നിങ്ങൾ ഒക്കെ നേടി. അവൾ ദേഷ്യത്തിൽ അതൊക്കെ പറഞ്ഞതും ഗൂമാൻമാന്റെ അച്ഛന് ദേഷ്യം വന്നു. അപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നു. ഗൂമാൻമാന്റെ അച്ഛൻ സൂയുവിന്റെ അസിസ്റ്റന്റിനെയും വില കൊടുത്തു വാങ്ങിയിരുന്നു. അസിസ്റ്റന്റ് തന്നെ സൂയുവിനെ ഗൂമാൻമാന്റെ അച്ഛന്റെ സംഘത്തിന് മുമ്പിൽ എത്തിച്ചു. മറുവശത്ത് സൂയുവിന്റെ കമ്പനിയുടെ വിവരങ്ങളടങ്ങിയ USB-യുടെ പാസ്വേഡ് ചോദിച്ച് അവർ ഷാവുമൈയെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഷാവുമൈ അതിന് സമ്മതിച്ചില്ല. അതോടെ അവളെ അടുത്തുള്ള റിവറിൽ തള്ളുവാൻ അവർ തീരുമാനിച്ചു. സൂയുവിനെ കൺമുമ്പിൽ കിട്ടിയതും ഗൂമാൻമാന്റെ അച്ഛനും സംഘവും ചേർന്ന് പാസ്വേഡിനായി സൂയുവിനെയും ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ആക്രമണത്തിനൊടുവിൽ സൂയു ആ കാര്യം പറഞ്ഞു. കമ്പനിയുടെ പുതിയ CEO ആയി ചാർജ് ഏൽക്കുന്നതും കമ്പനി നിയന്ത്രിക്കാൻ പോകുന്നതും തന്റെ സുഹൃത്തുക്കളും പുതുതായി കമ്പനി അക്വയർ ചെയ്യുന്നതുമായ ഡിയോയും ഷാവുയും ആണെന്നായിരുന്നു അത്. കമ്പനി കരസ്ഥമാക്കാൻ മോഹിച്ചിരുന്ന ഗൂമാൻമാന്റെ അച്ഛന് കിട്ടിയ തിരിച്ചടിയായിരുന്നു അത്. കൃത്യം ഈ സമയം സൂയുവിന്റെ കുറച്ച് കൊളീഗ്സ് എത്തി ഷാവുമൈയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. വൈകാതെ അവർ സൂയു അടയ്ക്കപ്പെട്ട ഇടത്തേക്ക് എത്തി. അവിടെ എത്തുമ്പോൾ സൂയു തല്ലുകൊണ്ട് അവശതയിൽ കിടക്കുകയായിരുന്നു. ഈ സമയം ഗൂമാൻമാന്റെ അച്ഛൻ അവരിരുവരെയും കൊലപ്പെടുത്താൻ എന്നവണ്ണം അവരുടെ അടുത്തേക്ക് ചാടി വന്നു. സൂയു ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ ഷാവുമൈയെ കൊലപ്പെടുത്താൻ നോക്കുന്ന പോലെ ഗൂമാൻമാനെയും നിങ്ങളാണോ കൊലപ്പെടുത്തിയത്? അത് കേട്ടൊന്ന് ഞെട്ടിയ അയാൾ കത്തി താഴെയിട്ട് താഴെയിരുന്നു പോയി. എന്തോ കുറ്റബോധം കൊണ്ട് അയാൾ കരയാനും തുടങ്ങിയിരുന്നു. സൂയുവും ഷാവുമൈയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുകയും ചെയ്തു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് മുത്തച്ഛന്റെ സർജറിയൊക്കെ കഴിഞ്ഞ് മുത്തച്ഛൻ സുഖപ്പെട്ടു. കാഴ്ചശക്തി തിരികെ ലഭിച്ചു. ആരോഗ്യവും അദ്ദേഹം വീണ്ടെടുത്തു. ഷാവുമൈയോടും സൂയുവിനോടും നിങ്ങളുടെ കല്യാണത്തിന് ഞാനിപ്പോൾ റെഡിയാണ് എന്ന് മുത്തച്ഛൻ പറഞ്ഞു. ഉടൻ ഷാവുമൈയുടെ മറുപടി എത്തി, ഞാൻ കല്യാണത്തിന് ഓക്കെയല്ല. സൂയു തന്നെ ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. മുത്തച്ഛൻ ഉടൻ ചോദിച്ചു, അതെന്താടാ അങ്ങനെ? ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് മുത്തച്ഛ എന്നായിരുന്നു സൂയുവിന്റെ ചിരിയോടെയുള്ള മറുപടി. വൈകാതെ അവരുടെ പ്രപ്പോസൽ നടന്നു. തുടർന്ന് സംസാരിക്കുമ്പോൾ ഷാവുമൈ സൂയുവിനോട് ചോദിച്ചു, തന്റെ സഹോദരി ഗൂമാൻമാൻ നമ്മുടെ ഈ റിലേഷൻഷിപ്പിന് അനുവാദം നൽകുമോ? അവൾക്കിത് ഓക്കെ ആയിരിക്കുമോ എന്നായിരുന്നു ആ ചോദ്യം.
കണ്ണടച്ചപ്പോൾ അവളുടെ മുമ്പിൽ ഒരു കാഴ്ച തെളിഞ്ഞു. ഗൂമാൻ അവളുടെ അടുക്കലേക്ക് എത്തുന്നു. സൂയുവിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ വിഷ് ചെയ്യുന്നു. ഞാനും സൂയുവും സന്തോഷത്തോടെ ഈ ജീവിതം മുഴുവൻ ജീവിക്കും എന്നവൾ ഗൂമാനോട് എന്ന പോലെ പറഞ്ഞു. സൂയുവും ഷാവുമേയും പരസ്പരം നോക്കി. അവരൊന്നു ചേരും എന്ന സൂചനകളോടെ മിനി സീരീസ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.